2017 മെയ് 7 ബാംഗ്ലൂരിലെ തിരക്ക് പിടിച്ച കെങ്കേരി ടൗൺ. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. പ്രദേശത്തെ ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്നാണ് കെങ്കേരി പോലീസ് സ്റ്റേഷനിലെ വാഹനം വന്നു നിൽക്കുന്നത്. വാഹനത്തിൽ നിന്നിറങ്ങിയ എസ്ഐയും സംഘവും നേരെ വീട്ടുടമസ്ഥനായ നവീന്റെ അടുത്തേക്കാണ് ചെന്നത്. നവീൻ തന്റെ വീടിന് മുന്നിൽ ഞെട്ടിവിറച്ചുകൊണ്ട് പോലീസുകാരോട് ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പോലീസുകാര് നവീന്റെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. നവീൻ പോലീസുകാരോട് പറയുന്നു, സാർ, കഴിഞ്ഞ 2 മാസമായിട്ട് ഈ വീട്ടിലാരും താമസമില്ല. ഇന്ന് എഗ്രിമെന്റ് ഡേറ്റ് തീരുന്ന ദിവസമാണ്. അതിനാൽ അഡ്വാൻസ് തുക ക്ലിയർ ചെയ്യാനും അതേപോലെ വീടൊന്ന് വൃത്തിയാക്കിയിടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ വന്നത്. എന്നാൽ വീട് തുറന്ന ഞാൻ കണ്ട കാഴ്ച. ഇത്രയും പറഞ്ഞുകൊണ്ട് നവീൻ മറ്റൊന്നും പറയാൻ കഴിയാതെ പോലീസുകാരുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിർവികാരമായി നോക്കി നിൽക്കുകയാണ്. പോലീസുകാർക്ക് കാര്യം മനസ്സിലായി. ഇയാള് ആ വീടിനകത്ത് എന്തോ കണ്ട് പേടിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഒരു പക്ഷേ ഇയാൾക്ക് ഇതുമായി പങ്കുണ്ടാകാമോ എന്ന് പോലും പോലീസുകാർക്ക് ഒരു നിമിഷത്തിൽ അവിടെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും പോലീസുകാർ ഒട്ടും തന്നെ സമയം കളയാതെ ആ വീടിനകത്തേക്ക് കയറുകയാണ്. വീടിൻ്റെ ഓരോ മുറിയും പോലീസുകാർ അരിച്ചു പെറുക്കി പരിശോധിക്കുന്നു. ആദ്യം അവർ ചെന്നത് ഹാളിലേക്കാണ്. ഹാളിൽ ചെല്ലുന്ന സമയത്ത് എന്തോ ഒരു ദുർഗന്ധം ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. അവരത് എവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടി വീടിൻ്റെ ഓരോ മുക്കും മൂലയും ഇങ്ങനെ പരിശോധിച്ച് വരികയാണ്. ആദ്യം അവർ ചെന്നത് ഈ ഹാളിലേക്കാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹാളിലേക്ക് അവർ ചെന്ന് പരിശോധിച്ച സമയത്ത് അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അവർ നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ ചെന്ന് പരിശോധിച്ച സമയത്തും അവർക്ക് അപ്പോഴും ഈ ദുർഗന്ധം വരുന്നുണ്ട്. പക്ഷെ അത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നീട് അവർ നേരെ ചെന്നത് ബെഡ്റൂമിലേക്കാണ്. ഇപ്പോൾ ആ ദുർഗന്ധത്തിന്റെ വ്യാപ്തി ഇങ്ങനെ വർദ്ധിച്ചു വന്നു. അവർക്ക് ആ റൂമിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വരികയാണ്. പെട്ടെന്നാണ് ആ റൂമിലെ ഒരു സാധനം അവർ ശ്രദ്ധിക്കുന്നത്. അതൊരു അലമാരയാണ്. സാധാരണ മരം കൊണ്ട് നിർമ്മിച്ച അലമാരയുടെ ഡോർ അതേപോലെ തന്നെ മരമാവാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ആ അലമാരയുടെ മുൻവശത്തെ ഡോറ് സിമന്റ് പൂശി അടച്ചിരിക്കുകയാണ്. മാത്രമല്ല എന്തോ ഒന്ന് മറയ്ക്കാൻ എന്ന വണ്ണം അതിനെ മുൻവശം മുഴുവൻ ചുവന്ന പെയിന്റ് അടിച്ചിട്ട് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. പോലീസ് ഉടനെ തന്നെ ഒരു കോൺസ്റ്റബിളിനെ അയച്ച് കമ്പിപ്പാരയും ചുറ്റുകയും കൊണ്ടുവന്നു. ആ അലമാര തുറക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഓരോ ഘട്ടം ഘട്ടമായി അതിങ്ങനെ പൊളിക്കാൻ തുടങ്ങി. മുഴുവനായി പൊളിച്ച സമയത്ത് ദുർഗന്ധം കൊണ്ട് ആ റൂമിൽ അവർക്കാർക്കും നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നാലും പോലീസുകാരുടെ ടവലെടുത്ത് മൂക്കുപൊത്തി ആ അലമാരക്കകത്ത് എന്താണെന്ന് അവർ ചെന്ന് നോക്കി. അനുഭവ സമ്പന്നരായ പോലീസുകാരെ ഞെട്ടിച്ചുകൊണ്ട് ആ അലമാര ഒരു ശവക്കല്ലറയായി മാറിയ നിമിഷമായിരുന്നു നമ്മളവിടെ കണ്ടത്. ആ അലമാരക്കകത്ത് ഒരാളെ ശവമടക്കിയിരിക്കുകയാണ്. ആ അലമാരക്കകത്ത് ഉപ്പും അടുപ്പ് കരിയും നിറച്ച് അതിന് മേലെ സിമന്റ് പൊടി വിതറി ഒരാളെ അടക്കം ചെയ്തിരിക്കുകയാണ്. മൃതദേഹം അത്രത്തോളം അഴുകിയിരുന്നതിനാൽ കൊല്ലപ്പെട്ടത് ആരാണെന്ന് ഒരു തരത്തിലും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി ആദ്യം പരിശോധനകൾ നടത്തി. പിന്നീട് വിശദമായ പരിശോധനകൾ നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മൃതദേഹം നേരെ വിക്ടോറിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോലീസ് ആദ്യം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് ആ വീട്ടുടമസ്ഥനെ തന്നെയാണ്. വീട്ടുടമസ്ഥനെ കണ്ടെത്തി അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ച സമയത്ത് നിർണായകമായ ചില വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയാണ്. സർ, ആ വീട്ടിൽ അവസാനമായി താമസിച്ചത് 3 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. സഞ്ജയ്, അതുപോലെ തന്നെ അവന്റെ അമ്മ, അതേപോലെ തന്നെ 69 വയസ്സുള്ള അവന്റെ മുത്തശ്ശി. സഞ്ജയ്ക്ക് പ്രായം ഏകദേശം 21 വയസ്സാണ്. സഞ്ജയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. 2017 അവസാനത്തിൽ അവർക്ക് ഈ വീട്ടിൽ നിന്നും അസഹനീയമായ രീതിയിൽ ഒരു ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തിൻ്റെതെന്ന് തോന്നുന്ന രീതിയിലുള്ള ദുർഗന്ധം വമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ഇനി താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വീടൊഴിഞ്ഞത്. എന്നാൽ ഞാൻ വന്ന് പരിശോധിച്ച സമയത്ത് എനിക്കത്ര അസഹനീയമായ ഒരു ദുർഗന്ധം ഇവിടെ നിന്ന് കിട്ടിയിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ സാർ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പോലീസിന്റെ ചിന്തയിലേക്ക് ചില ചോദ്യങ്ങൾ വരികയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ മരണപ്പെട്ടത് ആരാണ്? സഞ്ജയും അതേപോലെ തന്നെ അവന്റെ അമ്മയും അമ്മൂമ്മയും ഇപ്പോൾ എവിടെയാണ്? പോലീസ് ആ വീട്ടിൽ വിശദമായ പരിശോധന നടത്തുകയാണ്. അരിച്ചുപെറുക്കി പരിശോധിച്ച സമയത്ത് പോലീസ് ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കണ്ടെത്തിയ ഒരു മൊബൈൽ ഫോൺ അവിടെ നിന്ന് കണ്ടെത്തുകയാണ്. ആ മൊബൈൽ ഫോൺ അവർ ചാർജ് ചെയ്ത് ഓൺ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ആ ഫോൺ ഓൺ ചെയ്ത് അത് പരിശോധിച്ച സമയത്ത് പോലീസിന് അപരിചിതമായ ഒരു നമ്പർ അതിൽ നിന്ന് കിട്ടുകയാണ്. കാരണം ഈ ഫോണ് സഞ്ജയുടെ ഫോണായിരുന്നു. ഇതിൽ അവസാനമായി വന്നിട്ടുള്ള കോളും അതേപോലെ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ചു വന്നിട്ടുള്ള കോളും നന്ദീഷ് എന്ന് പറയുന്ന ഇവന്റെ സഹപഠിതാവായ ഒരു ചെറുപ്പക്കാരൻ്റെതായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് നന്ദീഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ടെത്താനും ഈ കേസിന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇയാളുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ലിങ്ക് കിട്ടുമോ എന്നറിയാനും വേണ്ടി നന്ദീഷിനെ കണ്ടെത്തി പോലീസ് അയാളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ഒടുവിൽ പോലീസ് അന്വേഷിച്ച് നന്ദീഷിനെ കണ്ടെത്തി. നന്ദീഷിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നന്ദീഷ് ആദ്യമൊക്കെ പരുക്കൻ മട്ടത്തിലായിരുന്നു പോലീസിനോട് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട്
പിന്നീട് നന്ദീഷിന്റെ മട്ടും ഭാവവും ഒക്കെ മാറി നന്ദീഷ് പോലീസിനോട് ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. സർ, ഞാനല്ല ആ കൊലപാതകം ചെയ്തത്. സത്യത്തിൽ അത് ചെയ്തത് സഞ്ജയാണ്. സഞ്ജയുടെ മുത്തശ്ശി തന്നെയായിരുന്നു അത്. കൊലപാതകം നടത്തിയ ശേഷം എന്റെ പക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് സഹായം ചോദിച്ചിട്ടാണ് അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജയുടെ മുത്തശ്ശിയുടെ പേര് ശാന്തകുമാരി എന്നായിരുന്നു. പിന്നീട് ഇവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ സ്വന്തം കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിലൊരു റിപ്ലൈ കിട്ടിയ കേട്ട് പോലീസ് ശരിക്കും സ്തബ്ധരായി പോയി. അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം 21 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനും അയാളുടെ അമ്മയും ചേർന്നുകൊണ്ട് സ്വന്തം മുത്തശ്ശിയായ ശാന്തകുമാരിയെ കൊന്ന് ആ അലമാരയിൽ അടക്കി മറ്റാരും കണ്ടുപിടിക്കില്ല എന്ന് കരുതി അവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കുകയാണ്. ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയ ചെറുമകനെയും അവരുടെ മകളെയും കണ്ടുപിടിക്കാൻ പോലീസ് അഹോരാത്രം പ്രയത്നിച്ചു. പോലീസ് ഇവരെ അന്വേഷിച്ച് നോർത്തിൽ വരെ എത്തി. പക്ഷേ ഇവരെ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. കാരണം കൊലപാതകം നടത്തിയതിനു ശേഷം ഇവരുടെ ATM കാർഡുകളും മൊബൈൽ ഫോണുകളും എല്ലാം നിർബാധം ഉപേക്ഷിച്ചുകൊണ്ട് ഇവർ നോർത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ലൊക്കേറ്റ് ചെയ്യാനോ ഇവിടെ എങ്ങോട്ടേക്കാണ് പോയത് എന്ന് കണ്ടുപിടിക്കാനോ പോലീസിന് ഒരു തരത്തിലും കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പതിയെ ഈ കേസ് ഒരു കോൾഡ് കേസായിട്ട് മാറുകയാണ്. ശിവമോഗ സ്വദേശിയായ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ശാന്തകുമാരിയും അവരുടെ മകളും മകനും മരുമകനുമെല്ലാം താമസിച്ചു വന്നിരുന്നത്. എന്നാൽ സഞ്ജയുടെ മാതാപിതാക്കൾ വിവാഹമോചനം നേടിയതോടുകൂടി കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ആകെ തകരുകയാണ്. തുടർന്ന് ശശികലയും വലിയമ്മയും മകനും ചേർന്നുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് താമസം മാറി. തന്റെ ചെറുമകനെ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു ഈ മുത്തശ്ശിയുടെ ഏറെ ആഗ്രഹം. സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധി നേരിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്റെ ചെറുമകനെ എങ്ങനെ പഠിപ്പിക്കണമെന്നറിയാതെ ആ മുത്തശ്ശി ഒരുപാട് ബുദ്ധിമുട്ടി. അതുകൊണ്ട് തന്നെ മാതാവായ ശശികലയോട് ഉപയോഗിക്കുന്ന ഓരോ കാശും വളരെയധികം ശ്രദ്ധയോടെ ചെലവഴിക്കണമെന്ന് ആ മുത്തശ്ശി എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരുന്നു. 2016 ഓഗസ്റ്റ് 17 രാത്രി കൃത്യം ഏകദേശം 8 മണിയോടടുക്കുന്നു. ഈ സമയത്ത് ചെറുമകൻ തന്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഗോപി മഞ്ചൂരിയനും വാങ്ങി വീട്ടിലേക്ക് മുത്തശ്ശിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ വീട്ടിലേക്കെത്തി മുത്തശ്ശിയുടെ കയ്യിലേക്ക് ഈ ഗോപി മഞ്ചൂരിയൻ വെച്ചു കൊടുക്കുന്നു. എന്നാൽ ഇത് കണ്ട മുത്തശ്ശിക്ക് സന്തോഷമാകുന്നതിന് പകരം ദേഷ്യം വരികയാണ് ചെയ്തത്. വീട്ടിൽ അരി വെക്കാൻ പോലും സാഹചര്യമില്ലാത്ത, കാശില്ലാത്ത ഈ സാഹചര്യത്തിൽ ഹോട്ടലിൽ നിന്ന് ഗോപി മഞ്ചൂരിയനൊക്കെ വാങ്ങി വന്ന് എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ മുത്തശ്ശി അവനോട് ദേഷ്യപ്പെടുന്നത്. സത്യത്തിൽ പണത്തിന് ബുദ്ധിമുട്ടുന്ന ആ അന്തരീക്ഷത്തിലും തന്നെ മുത്തശ്ശിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വന്ന ആ ചെറുപ്പക്കാരനെ നോക്കി മുത്തശ്ശി അഹോരാത്രം ആക്രോശിക്കുകയാണ്. നിനക്ക് തീരെ വെളിവില്ലേ? നിനക്ക് തലയ്ക്ക് സുഖമില്ല? കാശില്ലാത്ത സാഹചര്യത്തിലും എനിക്കിതൊക്കെ വാങ്ങിത്തരേണ്ട എന്താവശ്യമാണ് നിനക്കുള്ളത്? കാശ് ചെലവഴിക്കുന്നതിൽ യാതൊരു നിയന്ത്രണവുമില്ല. ഇത്തരത്തിൽ ഇങ്ങനെ മുത്തശ്ശി അവനോട് ചൂടായിക്കൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ ഇത് കേട്ട സഞ്ജയ് നിയന്ത്രണം വിട്ടു. സഞ്ജയ്ക്ക് പെട്ടെന്ന് കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ദേഷ്യം വരികയാണ്. സഞ്ജയ് തിരിച്ചും മുത്തശ്ശിയോട് വളരെ രൂക്ഷമായി സംസാരിക്കാൻ തുടങ്ങി. ഈ സംസാരം ഇങ്ങനെ വളരെ മോശമായ രീതിയിലേക്ക്, വളരെ മോശമായ സാഹചര്യത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. സഞ്ജയ് നേരെ അടുക്കളയിലേക്ക് പോയി. സഞ്ജയ് അവിടെ നിന്നും ഒരു ആട്ടുകല്ലിന്റെ അമ്മി എടുത്തിട്ട് വന്നു. എന്നിട്ട് 69-കാരി ശാന്തകുമാരി ബെഡ്റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ശാന്തകുമാരിയുടെ തല നോക്കി ഈ ആട്ടുകല്ലെടുത്ത് ഒരൊറ്റയടി. ശാന്തകുമാരി തിരിച്ചൊന്നും പറയാൻ കഴിയാതെ നിലം പൊത്തി അവിടെ വീണു. എന്നാൽ സഞ്ജയ് ഇതുകൊണ്ടൊന്നും നിർത്താൻ തയ്യാറായിരുന്നില്ല. സഞ്ജയ് ആ കല്ലെടുത്ത് വീണ്ടും ഈ അമ്മയുടെ തല നോക്കി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് മരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇയാളിത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അമ്മയുടെ ഉറക്കെയുള്ള നിലവിളി, തന്റെ മകന്റെ ആക്രോശവും കേട്ടിട്ടാണ് ശശികല അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. ശശികല വന്ന് നോക്കുന്ന സമയത്ത് തന്റെ ജന്മം നൽകിയ മാതാവ് നിലത്ത് കിടന്ന് ജീവന് വേണ്ടി പിടയുകയാണ്. മകന്റെ കയ്യിലാണെങ്കിൽ ഒരു അമ്മിക്കല്ലുമുണ്ട്. അത് വെച്ചിട്ടാണ് അവൻ അമ്മയെ ആക്രമിച്ചത് എന്നത് സീൻ കണ്ടാൽ തന്നെ ശശികലയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ശശികല ആകെ സ്തംഭിച്ചു പോയി. ശശികല ഉടനെ മകനോട് പറയുകയാണ്, മോനെ നീ പേടിക്കണ്ട, നമുക്ക് പെട്ടെന്ന് പോലീസിനെ വിളിക്കാം. പോലീസ് വന്ന് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളും. നീ സേഫ് ആയിരിക്കും, അമ്മയ്ക്ക് ഒന്നും പറ്റില്ല. പക്ഷേ അത് കേട്ട സഞ്ജയ് പറയുകയാണ്, അമ്മേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു, എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോലീസ് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാവി ഇതോടുകൂടി തീരും. ഇത് കേട്ട് ശശികല ശരിക്കും സ്തംഭിച്ചു പോയി. കാരണം ഒരു വശത്ത് ജന്മം നൽകിയ മാതാവ്, മറുവശത്ത് ജന്മം നൽകിയ മകൻ. എന്തു ചെയ്യണമെന്നറിയാതെ ശശികല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നു. ഒടുവിൽ ജീവൻ നൽകിയ അമ്മയുടെ ജീവനേക്കാൾ പ്രാധാന്യം തന്റെ ജനിപ്പിച്ച മകന് നൽകി ആ മാതാവ് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഓക്കെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. തന്റെ അമ്മയുടെ മൃതദേഹം ആരും അറിയാത്ത രീതിയിൽ എങ്ങോട്ടേക്കെങ്കിലും മാറ്റണം. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഇവരുടെ ജീവൻ വെടിയുന്നത് വരെ ഈ റൂമിൽ തന്നെ ഉപേക്ഷിച്ചേക്കാം.
ഇത്രയും ക്രൂരമായ തീരുമാനമെടുത്തുകൊണ്ട് ആ അമ്മയും മകനും ആ റൂമിൽ നിന്ന് പോവുകയാണ്. തന്റെ പെറ്റമ്മയ്ക്ക് യാതൊരു ചികിത്സയും നൽകാതെ മണിക്കൂറുകളോളം ആ റൂം ഇവർ രണ്ടുപേരും അടച്ചിട്ടു. ഒരുപാട് നിലവിളിച്ചും കരഞ്ഞും ആർത്തട്ടഹസിച്ചും തനിക്കിനി ഒരു ജീവിതത്തിലേക്ക് ഒരു തിരിച്ചറിവില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ മാതാവ് രക്തം വാർന്നുകൊണ്ട് ആ മുറിയിൽ കിടന്ന് അന്തരിക്കുകയാണ് അവസാനം ചെയ്തത്. പിന്നീട് ഇവർ ഈ മൃതദേഹം ഒളിപ്പിക്കാനുള്ള പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ മെനയുകയാണ്. ആദ്യം ഷിമോഗയിലൂടെ തന്റെ സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് ഈ മൃതദേഹം തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സഹായം ചെയ്തു തരണമെന്ന് അവനോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അപകടം മണത്തെറിഞ്ഞ സുഹൃത്ത് ഇതിൽ നിന്നും പിന്മാറി. പിന്നീട് സുഹൃത്തായ നന്ദീഷിനെ വിളിച്ചുകൊണ്ട് തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ നന്ദീഷിന് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇവർ രണ്ടുപേരും മറ്റൊരു കാര്യം തീരുമാനിക്കുകയാണ്. ആരും അറിയാതെ കടയിൽ നിന്നും ഒരു വലിയ വീപ്പ വാങ്ങി ഈ മൃതദേഹം അതിലേക്ക് നിറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ വീപ്പയിൽ കൊള്ളുന്നതിനേക്കാൾ വലുതായിരുന്നു ആ മൃതദേഹം. പിന്നീട് അവർ ചിന്തിച്ചത് ആ മൃതദേഹം കഷ്ണങ്ങളാക്കി ആ വീപ്പയിൽ തന്നെ നിറച്ച് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാനാണ്. എന്നാൽ പേടി കാരണം അതും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് അവർ തീരുമാനിച്ചത് വീട്ടിൽ തന്നെയുള്ള ഒരു വലിയ ചുമരിലുള്ള അലമാര അതിലെ തുരന്ന് അതിനകത്ത് ഈ മൃതദേഹം നിറച്ച് മറ്റാരും കണ്ടുപിടിക്കാതിരിക്കാനും മണം പുറത്തു വരാതിരിക്കാനും വേണ്ടി അതിലേക്ക് അടുപ്പ് കരിയും ഉപ്പും ധാരാളം വിതറി അതിൽ കുറച്ചുകൂടി സിമെന്റ് കൂടെ മിക്സ് ചെയ്ത് അതിനെ മുൻഭാഗം മുഴുവൻ അടച്ചു കളയുക എന്നതാണ്. പിന്നീട് മൃതദേഹം ആ ചുമരിലേക്ക് കയറ്റുന്നതിന്റെ ഭാഗമായി ഒരുപാട് ചോരയൊക്കെ അതിന്റെ മേലേക്ക് തെറിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി ഒരു ചുവന്ന പെയിന്റ് വാങ്ങി അത് അടിക്കുകയും ചെയ്തു. എന്നാൽ ഒരുപക്ഷെ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണമായതായിരിക്കാം ഈ കേസ് എളുപ്പം തെളിയാനുള്ള കാരണം. അമ്മയുടെ മൃതദേഹം മറ്റാരും കണ്ടുപിടിക്കില്ല എന്ന് കരുതി ഇവരിങ്ങനെ അലമാരയിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അലമാരയിൽ നിന്നും ദുർഗന്ധം ഇങ്ങനെ വമിക്കാൻ തുടങ്ങുകയാണ്. ഇവർ പിന്നീട് കടകളിൽ പോയി ഒരുപാട് സ്പ്രേകളും മറ്റും ഉപയോഗിച്ച് ദിനംപ്രതി ഈ വീട്ടിൽ അടിച്ചു തെളിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു തരത്തിലുള്ള സ്മെല്ലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി വാതിലുകളും ജനലുകളും എല്ലാം എല്ലാ തരത്തിലും പൂർണ്ണമായി പ്രൂഫാക്കി വെക്കാൻ ഇവർ തീരുമാനിക്കുന്നു. അതിനെ തുടർന്ന് വീടിന്റെ വാതിലുകളും ജനലുകളെല്ലാം സെലോ ടേപ്പുകളും മറ്റും മേടിച്ചുകൊണ്ട് ഒരു തരത്തിലും ഒരു സ്മെല്ലും പുറത്തേക്ക് പോകുന്നില്ലെന്ന് പലതരത്തിലും ഉറപ്പാക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 5 മാസക്കാലത്തോളം ഈ ദുർഗന്ധം സഹിച്ചുകൊണ്ട് തന്റെ മകന് വേണ്ടി ആ അമ്മ ആ വീട്ടിൽ ജീവിക്കുകയാണ്. ഈ കാലത്തോളം യാതൊരു കുറ്റബോധവുമില്ലാതെ ചെറുപ്പക്കാരനായ സഞ്ജയും അമ്മയുടെ കൂടെ അവിടെ കടിച്ചു പിടിച്ച് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഏകദേശം 2017 ഫെബ്രുവരി മാസമായപ്പോഴേക്കും ഈ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ വരികയാണ്. അതോടുകൂടിയാണ് ഇവർ ഓണറെ സമീപിക്കുന്നതും തങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും സഹിക്കാൻ കഴിയാത്ത വിധം എന്തോ ഒരു ദുർഗന്ധം വരുന്നുണ്ടെന്നും തങ്ങൾക്കിനി ഈ വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് തെളിവുകളെല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും കടന്നു കളഞ്ഞത്. എന്നാൽ ഇവർ പോകുന്നതിന് മുമ്പ് അയൽക്കാരും മറ്റുമൊക്കെ ശാന്തകുമാരിയെ കുറിച്ച് ശശികലയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശാന്തകുമാരി പറയുന്നത് തങ്ങളുടെ അമ്മ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, കുറച്ചു ദിവസം കഴിയുമ്പോൾ തിരികെ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമ്മ നാട്ടിലേക്ക് പോയ സാഹചര്യത്തിൽ മകൾ അങ്ങനെ നുണ പറയാൻ സാഹചര്യമില്ല എന്നാണ് ഈ നാട്ടിലുള്ളവരൊക്കെ അയൽവാസികളൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി വിശദമായി ഒന്നും ഈ മകളോട് ചോദിക്കുന്നില്ല. നാട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ച സഞ്ജയ് ഉടനെ തന്നെ ഉടമസ്ഥനായ നവീനെ വിളിക്കുകയാണ്. എന്നിട്ട് അയാളോട് പറയുകയാണ്, സാർ, ഞങ്ങൾ അടിയന്തരമായി നാട്ടിലേക്ക് പോവുകയാണ്, വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വീട് ഒഴിയാൻ തീരുമാനിച്ചു. എൻ്റെ അഡ്വാൻസ് തുക ഒന്ന് തിരികെ തന്നാൽ വളരെ നന്നായിരുന്നു. എന്നാൽ എഗ്രിമെന്റ് കാലം കഴിയാത്തതിനാൽ അഡ്വാൻസ് തുക മുഴുവനായി നൽകാൻ കഴിയില്ല എന്ന് സഞ്ജയ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏകദേശം 50,000 രൂപ തിരികെ കൊടുത്തുകൊണ്ട് ആ കിട്ടിയ കാശ് മേടിച്ച് സഞ്ജയും അമ്മയും ആ നാട്ടിൽ നിന്ന് തന്റെ നാട്ടിലേക്ക് നാട് വിട്ടുപോവുകയാണ്. 2017 മുതൽ 2022 വരെയുള്ള ഏകദേശം നീണ്ട 5 വർഷങ്ങൾ. ഇപ്പോൾ സഞ്ജയും അവന്റെ അമ്മയും എവിടെയായിരിക്കാം? അൺസോൾവ്ഡ് കേസുകൾ വീണ്ടും ബാംഗ്ലൂർ പോലീസ് പരിശോധിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ കേസ് വെളിയിലേക്ക് വരുന്നത്. അങ്ങനെ ഇവരെ കണ്ടുപിടിക്കാൻ തന്നെ പോലീസ് തീരുമാനിക്കുന്നു. സഞ്ജയും അവന്റെ അമ്മ ശശികലയും ഇന്നും ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് പോലീസിന് 100% ഉറപ്പായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവരുടെ മൊബൈൽ ഫോണുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എവിടെന്നെങ്കിലും ഇവരുടെ ATM കാർഡോ ഒരു തരത്തിലും ഇവർ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് മനസ്സിലാക്കുകയാണ് ഇവരുടെ കഴിഞ്ഞ കാലത്തെ ഐഡന്റിറ്റി പൂർണ്ണമായും ഉപേക്ഷിച്ച് പുതിയ ഒരു ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരെ ഒരു തരത്തിലും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത്. എന്നാൽ സത്യത്തിൽ അവർ എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലെ കൊൽഹാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ചെറിയ ഒരു ഹോട്ടലിൽ സഞ്ജയ് വെയിറ്ററായും അമ്മ അവിടുത്തെ അടുക്കളയിലെ പാത്രം കഴുകുന്ന ജീവനക്കാരിയും ആയി അവരുടെ പഴയ ഐഡന്റിറ്റി പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ജോലി ചെയ്തു വരികയായിരുന്നു. വർഷം 5 കഴിഞ്ഞതോടുകൂടി കേസിന്റെ അന്വേഷണം മരവിച്ചു പോയിരിക്കുമെന്ന് സഞ്ജയ് ഊഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
അയാൾ ഇത്രയും കാലം മറച്ചു വെച്ചിരുന്ന തങ്ങളുടെ ഐഡന്റിറ്റി ഏതെങ്കിലുമൊക്കെ തരത്തിൽ പുറത്തു പോയാലും ഒരു കുഴപ്പവുമില്ല എന്ന് അയാൾ കണക്ക് കൂട്ടുന്നു. തനിക്ക് കിട്ടുന്ന ശമ്പള തുക അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പുതിയ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ഇയാൾ ഒരു ബാങ്കിനെ സമീപിക്കുകയാണ്. ആ ബാങ്കിലെത്തി ഇയാളുടെ പഴയ ആധാർ കാർഡ് ഇയാൾ കൊടുക്കുന്നു. ബാങ്കില് ഇയാളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതോടുകൂടി സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ മോണിറ്ററിൽ ഒരു അലാറം മുഴങ്ങുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ബാംഗ്ലൂർ കെങ്കേരി കേസിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിയുമായി കണക്ട് ചെയ്യുന്ന ആധാർ കാർഡായിരുന്നു അവർ അതിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിവരം നിമിഷങ്ങൾക്കകം ബാംഗ്ലൂർ പോലീസിലേക്ക് കൈമാറപ്പെടുകയാണ്. ബാംഗ്ലൂർ പോലീസ് SIT ടീമിനെയും കൂട്ടി അവിടത്തേക്ക് പുറപ്പെട്ടു. അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഹോട്ടലിന് ചുറ്റും പോലീസുകാർ മുഴുവനായും വളഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നിരുന്ന വാർത്ത കേവലം ഗോപി മഞ്ചൂരിയൻ വാങ്ങിയതിന്റെ പേരിൽ വഴക്ക് പറഞ്ഞ മുത്തശ്ശിയെ കൊന്ന ചെറുമകൻ എന്നുള്ള രീതിയിലായിരുന്നു ഹെഡിങ്ങുകളും വാർത്താക്കുറിപ്പുകളുമെല്ലാം ആദ്യ കാലഘട്ടങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്ന ഞെട്ടിപ്പിക്കുന്ന രേഖകളുമുണ്ട്. ഈ മുത്തശ്ശിയുടെ പേരിലുണ്ടായിരുന്ന ചില വസ്തുവകകളും സ്വത്തുക്കളുമെല്ലാം ശശികലയുടെയും പേരക്കുട്ടി സഞ്ജയുടെയും പേരിലേക്ക് മാറ്റി എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മുത്തശ്ശി ഇതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ ചെറുമകനെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സ്വത്തുവകകൾ എഴുതി കൊടുക്കാൻ ഈ മുത്തശ്ശി തയ്യാറായിരുന്നില്ല. ഇതിനെ ചൊല്ലി ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വാഗ്വാദങ്ങൾ ആ വീട്ടിലുണ്ടാവാറുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അവരുടെ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണം ഇതാണെന്നും മറ്റേത് സെക്കൻഡറി ആയി പറയപ്പെടുന്നു എന്നുള്ളതുമാണ്. മാത്രമല്ല സഞ്ജയ് മാത്രമല്ല ഇവരെ കൊലപ്പെടുത്താൻ മുൻകൈയെടുത്തത് മകൾ ശശികലയും ഇവരെ ചപ്പാത്തി കോലുകൊണ്ട് തലക്കടിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നതായി പോലീസുകാർ പറയുന്നു. പോലീസ് ശശികലയുടെ DNA സാമ്പിളുകൾ എടുത്ത് ശാന്തകുമാരിയുടെ നിന്ന് കാണപ്പെടുന്ന ബോഡിയിലെ DNA പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കൊല്ലപ്പെട്ടത് ശാന്തകുമാരി തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. സ്വന്തം അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന മകളും സ്വന്തം മുത്തശ്ശിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ചെറുമകനും അതുപോലെ ഈ കൊലപാതക വിവരം മറച്ചു വെക്കാൻ സഹായിച്ച നന്ദീഷും ഇന്ന് കർണാടക ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ്. സുഹൃത്തുക്കളെ, ഈ ദാരുണമായ സംഭവം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. ഒരൊറ്റ നിമിഷത്തെ ദേഷ്യം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ, നമ്മുടെ ചില പ്രവൃത്തികൾ എന്നേക്കുമായി നമ്മളെ കുറ്റവാളികളാക്കിയേക്കാം എന്നതാണ് ആദ്യത്തെ പാഠം. ശാന്തകുമാരിയെ അടിയന്തിരമായി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ശിക്ഷയുടെ കാഠിന്യം ഒരുപാട് കുറയുമായിരുന്നു. മാത്രമല്ല ആ മുത്തശ്ശിയെ രക്ഷിക്കാനും കഴിയുമായിരുന്നു. എന്നാൽ സ്വന്തം അമ്മയാണെന്നോ മുത്തശ്ശിയാണെന്നോ പരിഗണന പോലും നൽകാതെ ഇത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ മറ്റാരും അറിയാതെ ഒളിപ്പിച്ചു വെക്കണമെന്ന ഒരൊറ്റ ദുരുദ്ദേശത്തിൽ മാത്രം സ്വന്തം അമ്മയെ മുത്തശ്ശിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഇവർ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തെറ്റ് ചെയ്ത് നിയമത്തിന് പിടികൊടുക്കാതെ തങ്ങൾ സമർത്ഥരാണെന്ന് കരുതി നീണ്ട 5 വർഷം ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞിരുന്ന ഇവർ എന്നാൽ ചെറിയ നിസ്സാരമായ ഒരു കാരണം കൊണ്ട് പിടിക്കപ്പെടുകയാണ് പിന്നീട് ചെയ്തത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏതൊക്കെ തരത്തിൽ എത്ര ക്രൂരമായി എത്ര പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പിടിക്കപ്പെടും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും ക്രൂരമായ മനസ്സുള്ള ആളുകളും നമുക്കിടയിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്ത് 5 മാസം ആ ഡെഡ് ബോഡിയോടൊപ്പം താമസിക്കേണ്ടി വന്ന ഈ ചെറുപ്പക്കാരന്റെയും അതേപോലെ തന്നെ അവരുടെ മാതാവ് ശശികലയുടെയും മാനസികാവസ്ഥയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും ഇതിനോടകം അഭ്യർത്ഥിക്കുന്നു. നാളെ മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.